മുട്ട ലവേഴ്സിന് പറ്റിയ നല്ല കിടിലൻ മുട്ട റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത്. പൊടിമുട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പൊടിയാണ്. ഇതിങ്ങനെ ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെ പൊടി തയ്യാറാക്കി കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം കേടാവാതിരിക്കും. ഇതുപോലെ പൊടിമുട്ട ഉണ്ടാക്കാനോ അല്ലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനൊക്കെ ഈ പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കുറച്ച് ഉലുവ, പിന്നെ വെളുത്തുള്ളി തൊലിയോടുകൂടി ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറാൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാതെ. കാശ്മീരി ചില്ലി മുളക് പൊടി മതി, കാരണം കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എരിവായിരിക്കും. എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കാം. ഈ പൊടിച്ചത് ഇതുപോലെ ഭരണിയിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഇത് കേടാവാതിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായപ്പോൾ അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച മുട്ട, പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ട ഒന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാൻ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മൊരിയിച്ചെടുത്താൽ നല്ല അടിപൊളി പൊടിമുട്ട റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.